സിഡ്നി ബോണ്ടൈ ബീച്ചിലെ യഹൂദർക്കെതിരായ ഭീകരാക്രമണത്തിന് പിന്നിൽ IS എന്ന് സ്ഥിരീകരിച്ച പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. അക്രമികൾ സഞ്ചരിച്ച കാറിൽ നിന്നും IS പതാക കണ്ടെടുത്തിരുന്നു. പാകിസ്ഥാൻ സ്വദേശികളായ സാജിദ് ആക്രം, നവീദ് ആക്രം എന്നിവരാണ് ആക്രമണം നടത്തിയത്. ആക്രമികൾക്ക് ആയുധ ലൈസൻസ് ലഭിച്ചത് സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഈ സിഡ്നി ബോണ്ടൈ ബീച്ചിലെ ഈ യഹൂദർക്കെതിരായ ഭീകരാക്രമണത്തിന് പിന്നിലൊടുവിൽ ഈ തീവ്രവാദ മുസ്ലിം സംഘടനയായ IS എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. എങ്ങനെയാണ് ഈ IS-ലേക്ക് എത്തിയത്? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? അശ്വതി, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള IS ബന്ധം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് ഔദ്യോഗികമായി പ്രധാനമന്ത്രി സ്ഥിരീകരിക്കുകയും കാലങ്ങളായി IS-ന്റെ സ്വാധീനത്തിലാണ്, അല്ലെങ്കിൽ ഈ റാഡിക്കലൈസേഷന്റെ സ്വാധീനത്തിലാണ് ഇവർ എന്നും കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ IS തന്നെയാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ IS ആശയങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ ആക്രമണം നടത്തുന്ന രീതിയും ആക്രമണം നടത്തിയതിനെ ലക്ഷ്യം വെച്ചവരെ എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഈ യഹൂദർ നേരെ IS-ന്റെ ആക്രമണങ്ങൾ തുടർച്ചയായി ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് 14ാമത്തെ ആക്രമണമാണ് എന്നാണ് പ്രാഥമികമായ ചില കണക്കുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഇത്രയും തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വലിയ തോതിലുള്ള ഇത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് വലിയ തോതിലുള്ള ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. 15 പേർ കൊല്ലപ്പെടുകയും ഇപ്പോൾ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 6 പേരുടെ പരിക്ക് ഗുരുതരമായി അവർ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. സാജിദ് അക്രം എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ സ്വദേശിയും അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ, ഈ സാജിദ് അക്രമത്തിന്റെ മകനുമാണ് ഈ ആക്രമണം നടത്തിയ ഈ 2 ഭീകരർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മകനെ സംബന്ധിച്ചോളം മകൻ ജീവനോടെ പിടികൂടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തിൽ പ്രത്യാക്രമണം ഉണ്ടായപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ IS-ന്റെ പതാക ഉൾപ്പെടെ ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല IS-ന്റെ പതാക കണ്ടെത്തി IED, അതായത് ഈ ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എല്ലാം തന്നെ അവരുടെ കാറിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല രീതിയിൽ IS പതാക മാത്രമല്ല, ഈ സാജിദ് അക്രത്തിന്റെ ഭാഗത്തു നിന്നും 6ലധികം തോക്കുകളാണ് കണ്ടെടുത്തത്. എങ്ങനെയാണ് ഈ ഭീകരർക്ക് ആയുധ ലൈസൻസ് ലഭിച്ചത്? തീർച്ചയായും അശ്വതി, അത് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. 6 തോക്കുകൾ ഉണ്ടായിരുന്നു. ഈ 6 തോക്കുകൾ അയാളുടെ പേരിൽ, അതായത് സജിദ് അക്രത്തിന്റെ പേരിൽ ലൈസൻസുമായി, അതായത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിലെ നിയമാനുസൃതമായി 6 തോക്കുകൾ അയാളുടെ കൈവശമുണ്ടായിരുന്നു. ഇപ്പോൾ ആക്രമണത്തിന് ഉപയോഗിച്ച തോക്കുകൾ വലിയ തോതിലുള്ള വളരെ ലാർജ് ഗണ്ണുകൾ എന്നൊക്കെ പറയുന്ന റൈഫിളുകൾ തന്നെയായിരുന്നു ഇയാളുടെ കയ്യിലുണ്ടായിരുന്നത്. ഈ തോക്കുകൾക്കൊക്കെ ലൈസൻസ് ലഭിച്ചത് എങ്ങനെയെന്നത് സംബന്ധിച്ച ഗൗരവമേറിയ ചർച്ചകൾ ഇപ്പോൾ തുടരുന്നുണ്ട് എന്നാണ് ഗൗരവമേറിയ വിമർശനങ്ങളും ചർച്ചകളും അന്വേഷണങ്ങളും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 6 തോക്കുകളുള്ളതിൽ 4 തോക്കുകൾ പിടികൂടിയത് ഈ ബോണ്ടായ് ബീച്ചിലെ ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് എന്നതാണ് അതീവ ഗൗരവമായ ഒരു സാഹചര്യമായി നിലനിൽക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ ആയുധ ലൈസൻസുകളെല്ലാം തന്നെ എങ്ങനെയാണ് IS സ്വാധീന വലയത്തിൽപ്പെട്ടവർക്ക് ലഭ്യമായത്? അവിടെ വന്ന ഇന്റലിജൻസ് വീഴ്ചകൾ എന്താണ്? ഭരണപരമായ വീഴ്ചകൾ എന്താണ്? എന്തിനാണ് 6 തോക്കുകൾ ഒരു സാധാരണക്കാരനെ, അതും ഇത്രയും മാരക പ്രഹരശേഷിയുള്ള തോക്കുകൾ ഈ സാധാരണക്കാരനെ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും സർക്കാരിനുണ്ടായിരുന്നു. അത് സറണ്ടർ ചെയ്യിപ്പിക്കുന്നതിനും നിരീക്ഷണത്തിലായിരുന്നു പോലീസിന്റെ എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ തോക്കുകൾ പിടികൂടാനോ അല്ലെങ്കിൽ ആ തോക്കുകൾ കസ്റ്റഡിയിലെടുക്കാനോ എന്തുകൊണ്ട് ഭരണകൂടത്തിനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നീക്കങ്ങൾ നടത്തിയില്ല? എന്താവശ്യത്തിനാണ് ഇയാൾ തോക്കുകൾ സൂക്ഷിച്ചതെന്ന് സംബന്ധിച്ച് കൃത്യമായ വ്യക്തതയുമായ മറുപടിയും ഒന്നും ലഭ്യമായിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ 6 തോക്കുകൾ സൂക്ഷിച്ചത് സംബന്ധിച്ചും 6 തോക്കുകൾക്ക് ലൈസൻസ് ലഭിച്ചതും സംബന്ധിച്ച വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഈ ചർച്ചകൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ കൃത്യമായ വിമർശനങ്ങളും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പരിശോധിക്കുന്നുണ്ട് പോലീസ് എങ്കിൽ കൂടി ഇത്തരത്തിൽ എത്ര കണ്ട് ആളുകളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള അവിടെ എത്തിയിട്ടുള്ള, പാകിസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെ കുടിയേറിയെത്തിയിട്ടുള്ള IS സ്വാധീന വലയത്തിലുള്ള അല്ലെങ്കിൽ IS റാഡിക്കലൈസേഷന് വിധേയമായവരോ അല്ലെങ്കിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുമായി എത്തുന്നവരോ ഈ യഹൂദന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടത്താൻ ആസൂത്രിതമായി എത്തുന്നവരുടെയോ കയ്യിൽ ഇത്തരത്തിൽ ആയുധങ്ങൾ. തീർച്ചയായും ഇപ്പോൾ ഐസൻ പറഞ്ഞു നിർത്തിയല്ലോ യഹൂദന്മാർക്കെതിരെയുള്ള ആക്രമണം. സിഡ്നിയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ യഹൂദർക്കെതിരായ ഭീകരാക്രമണം പലയിടത്തും തുടരുകയാണ്. അപ്പോൾ ഇവരെ കേന്ദ്രീകരിച്ചൊരു ആക്രമണം നടക്കുമ്പോൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിഡ്നിയിൽ അത് സംഭവിക്കുമ്പോൾ എന്തൊക്കെ പ്രതിരോധങ്ങളാണ് സർക്കാർ ഒരുക്കുന്നത്? തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു ആഗോള തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും എന്നതാണ് യാഥാർത്ഥ്യം. ഈ IS-ന്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു ഭീകര സ്വഭാവമുള്ള, അല്ലെങ്കിൽ നമുക്കൊന്നും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനമാണ്. നമുക്കറിയാവുന്നതാണ്, സ്ലീപ്പർ സെല്ലുകളാണ് അടിസ്ഥാനപരമായി IS-നായി പ്രവർത്തിക്കുന്നത്. അതായത് ഓരോ രാജ്യങ്ങളിലും IS-ന്റെ ഓരോ തരത്തിലുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള ആശയപ്രചരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് IS തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുക. അത് പൂർണ്ണമായും IS-ന്റെ ആശയം എന്ന് പറയുന്നത് യഹൂദ വിരുദ്ധ, ക്രൈസ്തവ വിരുദ്ധ,
ചിന്ത മറ്റു മതങ്ങൾക്കെതിരായ, അതായത് തങ്ങളുടെ മതമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന ഒരു ഭീകരമായ ആശയപ്രചരണ രീതിയാണ്. ഈ ആശയപ്രചരണ രീതിയിൽ തങ്ങൾക്കെതിരായ, തങ്ങളുടെ മതവിശ്വാസത്തിനെതിരായി നിലകൊള്ളുന്നവരെ കൊന്നൊടുക്കുക എന്ന കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് IS മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ IS ഒരു ഓർഗനൈസ്ഡ് രൂപമല്ല എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥാപിത സംവിധാനമായോ രജിസ്റ്റേർഡ് സംഘടനയായോ ഒന്നും പ്രവർത്തിക്കുന്നതല്ല, അല്ലെങ്കിൽ ആ സംഘടനയുടെ സ്വഭാവം തന്നെ ഇത്തരത്തിൽ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുകയാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നിരവധിയായ രീതിയിൽ ഇത്തരത്തിൽ ആയുധങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ ഇത്തരത്തിൽ റാഡിക്കലൈസേഷന് വിധേയമായിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ആക്രമണമാണ് പിന്നീട് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് പ്രതീക്ഷിക്കാനാവാത്തൊരു സാഹചര്യമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിലും ഭാരതത്തിൽ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്വാധീന വലയത്തിൽ പെടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അതിന്റെ ആശയ പ്രചരണത്തെ തകർക്കുക, അല്ലെങ്കിൽ ആശയ പ്രചരണ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ തകർക്കുക എന്ന ഒരു നയമാണ് പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കുക. മാത്രമല്ല ഇവരെ പിടികൂടുകയും കൃത്യമായ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യുക എന്നതാണ്. ഓസ്ട്രേലിയയിലും ഇത്തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഈ ആയുധ ലൈസൻസ് ലഭിച്ച് 6ഓളം ആയുധങ്ങൾ ഒരു IS ഭീകരന്റെ, IS ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു IS ഭീകരന്റെ കൈവശം എത്തി എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പ്രതിരോധ സംവിധാനങ്ങളും ഇത്തരത്തിൽ ആയുധ ലൈസൻസുകളുടെ പുനഃപരിശോധനയും കർശനമാക്കാനുള്ള നീക്കങ്ങളും ആന്റണി ആൽബനീസ് തന്നെ അക്കാര്യം ഇന്നലെ അറിയിക്കുകയും ചെയ്തു. തീർച്ചയായും ഐസൻ, എന്തായാലും സിഡ്നി ബോണ്ടായി ബീച്ചിലെ യഹൂദർക്കെതിരായ ഭീകരാക്രമണത്തിന് പിന്നിൽ IS എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. അക്രമികൾ സഞ്ചരിച്ച കാറിൽ നിന്നും IS പതാക ഉൾപ്പെടെ കണ്ടെടുത്തിരുന്നു. പാകിസ്ഥാൻ സ്വദേശികളായ സാജിദ് ആക്രം, നവീദ് ആക്രം എന്നിവരാണ് ആക്രമണം നടത്തിയത്. ഈ പ്രതികളിൽ നിന്നും, സാജിദിൽ നിന്നും 6ലധികം തോക്കുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ.